നമസ്കാരം. ഒരുപാട് നന്മയുള്ള ഒരു സംഭവമാണ് ഞാനിന്ന് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കുന്ന, നമ്മളിൽ അഭിമാനമുണ്ടാക്കുന്ന ഒരു പ്രത്യേക സംഭവം. ഈ സംഭവത്തിൻ്റെ സ്വഭാവം ഇതായതുകൊണ്ട് തന്നെ, ഈ വീഡിയോയുടെ സ്വഭാവം ഇതായതുകൊണ്ട് തന്നെ വളരെയധികം ഒരു പ്രേക്ഷക പിന്തുണയൊന്നും ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും കേൾക്കണ്ടല്ലോ. സമൂഹ മാധ്യമത്തിൽ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപിക പങ്കുവെച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ച ഒരു അനുഭവക്കുറിപ്പിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ വിദ്യാർത്ഥി കുട്ടികളെയൊക്കെ കളിക്കാൻ വിട്ട സമയത്ത് അവൻ മാത്രം മാറിയിരുന്ന് എന്തോ ചെയ്യുന്നു. അപ്പോൾ കുട്ടികളെല്ലാം, ബാക്കി കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളൊക്കെ ചെന്ന് നോക്കുമ്പോൾ അവൻ്റെ പൊട്ടിയ ചെരുപ്പ് അവൻ്റെ കയ്യിൽ കിട്ടിയ പിന്നും സൂചിയും പ്ലാസ്റ്റിക് കയറും ഒക്കെ ഉപയോഗിച്ച് കെട്ടിവെക്കുകയാണ് കാലിലിടാൻ വേണ്ടി. മറ്റു കുട്ടികൾ ഇത് അധ്യാപികയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അധ്യാപിക അവൻ്റെ അടുത്ത് ചെന്ന് നോക്കി. ഈ കാഴ്ച കണ്ടപ്പോഴേ അധ്യാപികയുടെ കണ്ണ് നിറഞ്ഞു. അവനോട് കാര്യം തിരക്കി. അവൻ പറഞ്ഞു, എനിക്ക് അച്ഛനില്ല, അമ്മ മറ്റു വീടുകളിൽ വീട്ടുപണിയെടുത്താണ് എന്നെ പഠിപ്പിക്കുന്നത്. അമ്മയോട് പറഞ്ഞാൽ പുതിയ ചെരുപ്പ് വാങ്ങിക്കാൻ അമ്മയുടെ കയ്യിൽ പണമില്ല, അമ്മയ്ക്കത് വിഷമമുണ്ടാക്കും, അതുകൊണ്ട് അമ്മയെ അവൻ ഇക്കാര്യം അറിയിച്ചതുമില്ല. അവൻ്റെ ആ കുഞ്ഞി കൈകൾ കൊണ്ട്, അവൻ്റെ ആ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ആശയം ഉപയോഗിച്ച് അവനത് കൂട്ടിക്കെട്ടുകയാണ്, തുന്നിക്കെട്ടുകയാണ്. എന്തൊരു കാഴ്ചയാണല്ലേ! അധ്യാപികയുടെ കണ്ണുകൾ നിറയുന്നതിനൊപ്പം അവർക്ക് അഭിമാനം കൂടി തോന്നി. അടുത്ത ദിവസം തന്നെ അവർ ഒരു ജോഡി പുതിയ ചെരുപ്പ് അവന് വാങ്ങിക്കൊണ്ട് കൊടുത്തു. അവനത് കാലിലിട്ടപ്പോൾ ക്ലാസ്സിൽ നിന്ന് അവൻ്റെ സഹപാഠികൾ എല്ലാവരും കൂടി സന്തോഷത്തോടെ കൈയടിച്ച് അത് ആഘോഷിച്ചു. ആ സന്തോഷം അവനുമായി പങ്കുവച്ചു. എൻ്റെ മനസ്സിലൊരു നിറവ് തോന്നിച്ച ഒരു അനുഭവക്കുറിപ്പായിരുന്നു അത്. അല്ലാത്ത സന്തോഷം തോന്നി. ഇതൊക്കെ ഒരു വാർത്തയാക്കാനും മാത്രമുണ്ടോ? ഒരു വീഡിയോയ്ക്കുള്ളതുണ്ടോ? ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ വലിയ പ്രാധാന്യത്തോടു കൂടി സംസാരിക്കുന്നതെന്ന് ചിലർക്കെങ്കിലും തോന്നും. തീർച്ചയായിട്ടുമുണ്ട്. നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഒരു കാലത്താണ്. ചോദിക്കുമ്പോൾ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ പെറ്റമ്മയെ കൊന്നുകളയുന്ന യുവാക്കളുള്ള നമ്മുടെ നാട്ടിൽ പുതിയ തലമുറയിൽപ്പെട്ട, അതും 4ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി തൻ്റെ അമ്മ വീട്ടുപണിക്ക് പോയി കഷ്ടപ്പെട്ട് തന്നെ വളർത്തുന്നു. അമ്മയോട് ചെരുപ്പ് പൊട്ടിയ കാര്യം പറഞ്ഞാൽ അമ്മയ്ക്ക് നിവൃത്തിയില്ല, വിഷമമാകും, അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്ലാസ്റ്റിക് നൂലും സൂചിയും പിന്നും ഉപയോഗിച്ച് ഒരു ചെരുപ്പ്, അത് പൊട്ടിയ ചെരുപ്പിനെ റെഡിയാക്കി കാലിൽ ഇട്ടുകൊണ്ട് നടക്കണമെങ്കിൽ അതൊരു ചെറിയ സംഭവമാണെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഒരു പരിധിവരെ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് ഉൾക്കൊണ്ട് ജീവിച്ചിരുന്നു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് വരെയൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിൽ ഒരു ടൂറിൻ്റെ കാര്യം പറഞ്ഞാൽ അത് വീട്ടിൽ ചെന്ന് പറയുക പോലുമില്ല. കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവരത് പറയാറില്ല. പണം കൊടുത്തിട്ടുള്ള ഒരു വിനോദ പരിപാടികളും തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്നവർക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു പ്രത്യേക പക്വത ബാല്യത്തിലേ കിട്ടിയിരുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അത് വേണമെന്ന് ശഠിക്കുക, അത് തന്നെ വേണമെന്ന് ശാഠ്യം പിടിക്കുക, അങ്ങനെയുള്ള നിർബന്ധ ബുദ്ധികൾ പണ്ട് കുറവായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിലെ കുട്ടികളെ നോക്കൂ. നമ്മളൊരു ആഹാരം ഉണ്ടാക്കിയാൽ തന്നെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ആഹാരം ഉണ്ടാക്കുന്ന വീടുകളുണ്ട്. അവരത് കഴിക്കില്ല, അവർക്കത് ഇഷ്ടമല്ല. അങ്ങനെ ശീലിപ്പിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടതിനെ മാത്രം ഉൾക്കൊള്ളാനും ഇഷ്ടമില്ലാത്തതിനെ എല്ലാം ഇല്ലാതാക്കാനുമുള്ള ഒരു പ്രവണതയാണ് കുട്ടികൾ കാണിക്കുന്നത്. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കുട്ടി അറിഞ്ഞു തന്നെ വളരണം. ഒരു ദിവസം രാവിലെ വീട്ടിൽ പലഹാരം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാനില്ലേ? കഞ്ഞി ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്കിന്ന് നമ്മുടെ നിവൃത്തിയില്ല, നമുക്കിന്നതില്ല, അതിനുള്ള സാമ്പത്തികം നമുക്ക് കയ്യിലില്ല എന്ന് കുട്ടികളോട് പറയണം. അങ്ങനെ തന്നെ പറയണം. മാതാപിതാക്കൾ ഇങ്ങനെ പെടാപ്പാട് പെടുകയാണ്. ബുദ്ധിമുട്ട് അറിയാതെ എങ്ങനെ കുട്ടിയെ വളർത്താം? കുഞ്ഞ് നമ്മുടെ ബുദ്ധിമുട്ട് അറിയാൻ പാടില്ല. ഒരു നേരം നമുക്കില്ലെങ്കിലും അത് കുട്ടി അറിയാൻ പാടില്ല. കുട്ടി അറിയണം. അറിയാതെ വളർന്നാലാണ് പ്രശ്നം. അറിയാതെ വളരുന്ന വീടുകളിലാണ് കുട്ടികൾ പ്രശ്നക്കാരാകുന്നതും കൊലപാതകം വരെ ചെയ്യുന്നതും. ഇത്തരം സംഭവങ്ങൾ ഞാൻ പലപ്പോഴും അഭിപ്രായപ്പെട്ടിട്ടുള്ളതുപോലെ എല്ലാ സ്കൂളുകളിലും പ്രത്യേക അസംബ്ലികൾ വിളിച്ചു ചേർത്ത് ഈ ഒരു കുറിപ്പ് ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് വായിപ്പിക്കണം. മൈക്കിൽ കൂടെ വായിപ്പിച്ച് ബാക്കി എല്ലാ അധ്യാപകരും കുട്ടികളും അത് കേൾക്കണം. ഇത്തരം പ്രവണതകൾ, ഇത്തരം അഭിനന്ദനാർഹമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ ആഘോഷിക്കാൻ, വലിയ വാർത്തയാക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റണം. ഒരു പരിധിവരെ മാധ്യമങ്ങൾക്കും അതിൽ വലിയ റോളുണ്ട്. പക്ഷെ മനുഷ്യർക്കിന്ന് വെട്ടോ കുത്തോ ബലാത്സംഗമോ അല്ലെങ്കിൽ അവിഹിതമോ ഇതൊക്കെ മതി. കുൽസിതത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ മാത്രമേ ഇവിടെ വലിയ രീതിയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണം. ഇത്തരം നന്മയുള്ള സംഭവങ്ങൾ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടേണ്ട ഒരു കാലമാണിത്, ഒരു സാഹചര്യമാണിത്. ആ കുട്ടിയുടെ വശം പറയുന്നതിനോടൊപ്പം തന്നെ അധ്യാപികയെക്കുറിച്ചും തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കണം. നേരത്തെയുള്ള അധ്യാപകരെ പോലെയല്ല, കുട്ടികളുടെ വ്യക്തിജീവിതവുമായി തീരെ ബന്ധപ്പെടാത്ത തരത്തിലുള്ള ഒരു പോക്കാണ് അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിലുള്ളത്. നമുക്കറിയാം, സ്കൂളിൽ ചെന്ന് പഠിക്കുക, ആ പാഠപുസ്തകത്തിനും അവിടുത്തെ ക്ലാസ് അന്തരീക്ഷത്തിനും അപ്പുറം ഒരു കുട്ടിയുടെയും ജീവിതത്തിൽ അധ്യാപകരില്ല.
പണ്ടങ്ങനല്ലായിരുന്നു. ഒരു കുട്ടിയുടെ വീട്ടിലെ സകല ആളുകളെയും അറിയാം, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് തിരക്കും, ഇടയ്ക്ക് ഭവന സന്ദർശനം നടത്തും. ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് കുട്ടിയുടെ കാര്യം തിരക്കാനും, ആ കുട്ടി അത് പറഞ്ഞപ്പോൾ അധ്യാപികയുടെ കണ്ണ് നിറയണമെങ്കിലും, അവൻ ഒരു ജോഡി ചെരുപ്പ് മറക്കാതെ അടുത്ത ദിവസം വാങ്ങിച്ചു കൊണ്ട് കൊടുത്ത് മറ്റുള്ള കുട്ടികളെ കൊണ്ട് ആ സന്തോഷം പങ്കിടിപ്പിക്കണമെങ്കിലും അവരുടെ മനസ്സിൽ നല്ല നന്മയുള്ള ആളായതുകൊണ്ട് തന്നെയാണ് ആ അധ്യാപികയും പ്രത്യേക അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഇത്തരം അധ്യാപകർക്ക് വിളിച്ച് പ്രത്യേകം ഒരു ആദരവ് കൊടുത്താലും അതൊട്ടും അധികമാകില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളിത് കണ്ട് മനസ്സിലാക്കിക്കൊള്ളണം. മറ്റുള്ള വീഡിയോകളൊന്നും പോകുന്നത് പോലെ ഇത് അധികം പേർ കാണാൻ പോകുന്നില്ല. അതിന് കാരണം ഇത് തന്നെയാണ്, അവർക്കാർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റ് അല്ല ഇതെന്നുള്ളതാണ്. നന്മയുള്ളതും അല്ലെങ്കിൽ മസാലകളുടെ അതിപ്രസരം ഇല്ലാത്തതുമായിട്ടുള്ള ആശയങ്ങൾ ആർക്കും വേണ്ട. അത് കേട്ടിട്ട് ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം നമുക്കിടയിലുണ്ട്. ഇത് കേൾക്കുന്ന മനുഷ്യർ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളെയെങ്കിലും ഈ സംഭവം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് കുട്ടികൾ വളരേണ്ടത്. ഇങ്ങനെ വളരുന്ന കുട്ടികളാണ് ഭാവിയിൽ മാതാപിതാക്കൾക്കും സമൂഹത്തിനും നാടിനാകെയും തണലാകുന്നത് എന്നുകൂടി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. സ്വന്തം വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും അത് മറ്റൊരാൾ അറിയുന്നതും ഒരു നാണക്കേടല്ല. നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എനിക്കിന്ന് ആഹാരം ഒരു നേരം കഴിക്കാനില്ലായിരുന്നു എന്ന് മറ്റൊരാളോട് പറയുന്നത് നമ്മുടെ ഒരു അന്തസ്സുകേടിന്റെ ഭാഗമൊന്നുമല്ല, നമുക്കതൊരു കുറച്ചിലല്ല എന്നുകൂടി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പൊ അറിയാം, ഞാൻ ഈ പറയുമ്പോൾ തന്നെ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. കുട്ടികളൊക്കെ ചെറിയ കുട്ടികളുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ. ഈ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ പക്വതയില്ലായ്മയാണ് എന്ന് നമുക്ക് ന്യായീകരിക്കാം. പക്ഷെ വളർന്ന കുട്ടികൾ പോലും സാമ്പത്തികമായിട്ട് സ്വാശ്രയത്വം ഇല്ലാത്ത കുട്ടികൾ എന്തെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയെങ്കിലും പോകണമെങ്കിൽ, എൻ്റെ ഫ്രണ്ട്സൊക്കെ പോകുന്നുണ്ട്, എനിക്കും കൂടെ പോകണം, പൈസ ഉണ്ടോ ഇല്ല ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. ആരുടെയെങ്കിലും ഒരു കല്യാണത്തിന്, ഫ്രണ്ടിന്റെ കല്യാണമാണ്, ഒരു ഡ്രസ് കോഡ് ഉണ്ട്, എല്ലാവരും ഇന്ന ഡ്രസ്സാണ് ഇടുന്നത്, എനിക്ക് അത് തന്നെ ഇടണം, പൈസ തന്നേ പറ്റുള്ളൂ, ഇവിടെ പൈസ ഇല്ലേ, ഉണ്ടോ, അമ്മയ്ക്ക് പണിയുണ്ടോ, അച്ഛന് പണിയുണ്ടോ, ശമ്പളം വന്നോ, ഇതൊന്നും നമുക്കറിയണ്ട. വീട്ടിൽ ഒരു മാസം ലോൺ അടയ്ക്കാൻ നിങ്ങൾക്ക് നിവർത്തിയില്ലാതെ വന്നോ? ലോൺ അടയ്ക്കാത്തതിന്റെ ടെൻഷൻ നിങ്ങൾ അച്ഛനും അമ്മയും ഒന്നിച്ചിരുന്ന മാത്രമാണോ അനുഭവിക്കുന്നത്? പോരാ, വളർന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കൂടി ഇതൊക്കെ അറിയിക്കണം. നമ്മളിങ്ങനെ സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ല നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നും കുട്ടികളെ അറിയിക്കാതെ അവരുടെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ, അവരുടെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, എന്നും ഇങ്ങനെ തന്നെ കാര്യങ്ങൾ സ്മൂത്തായി പോകും. ജീവിതം വളരെ സ്മൂത്തായി തന്നെ പോയിക്കൊണ്ടിരുന്നാൽ പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നു. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ പ്രതികരിക്കുന്നു. സമൂഹത്തിന് തന്നെ അങ്ങനെയുള്ള കുട്ടികൾ ബാധ്യതകളാകുന്നു. അതുകൊണ്ട് ഓരോ കുട്ടിയുടെയും ഇത്തരം നന്മയുള്ള പ്രവർത്തികൾക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നതിലൂടെ നമ്മൾ സമൂഹത്തോടും നാടിനോടും തന്നെയാണ് ഒരു വലിയ നന്മ ചെയ്യുന്നത്. ഇത്തരം നല്ല വാർത്തകൾ കൊണ്ട് നിറയട്ടെ സമൂഹ മാധ്യമങ്ങൾ. കാണുന്നതെല്ലാം ഇത്തരം നല്ല വാർത്തകളാകട്ടെ. തീർച്ചയായും അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ വീണ്ടും വീണ്ടും വീഡിയോകളാക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ കുറച്ച് ആളുകൾ ഈ വീഡിയോ കാണാൻ പോകുന്നുള്ളൂ, എനിക്കറിയാം. കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നുന്ന ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. കാണും, ഉൾക്കൊള്ളും എന്ന് ഉറപ്പുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലും അയൽപക്കത്തുമുള്ള കുട്ടികളുമായിട്ട് കൂടി ഈ സംഭവം പങ്കുവയ്ക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? നിങ്ങളുടെ ജീവിതത്തിലെ, നിങ്ങളുടെ കുട്ടിക്കാലത്തെ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങളുടെ മാതാപിതാക്കൾ അത് അറിയിച്ചാണോ നിങ്ങളെ വളർത്തിയത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ ചർച്ച ചെയ്യാം.